താടി തൊട്ട കൈ ഞാൻ വെട്ടും. കുറേ നാളെ എൻ്റെ ഫ്രണ്ട് ജിജോനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് അപ്പോൾ അവനെ ഒന്ന് കാണാൻ പോകാമല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ Money is not the most important thing in life. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് കഴിപ്പ് തുടങ്ങി. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് സൈഡിലെല്ലാം ആളാന്നറിഞ്ഞത്. അപ്പോൾ കുറച്ച് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി കളഞ്ഞു. നാട്ടിലൂടെ പോകുന്ന ബസ്സായി കിടക്കുന്നത്, പക്ഷേ ആവശ്യമുള്ളപ്പോൾ ഇത് കാണാറുമില്ല. പിന്നെ ഞങ്ങളുടെ ബസ് വന്നു, തിങ്ങിക്കൂടി അതിനുള്ളിൽ ഒരു തരത്തിലിരുന്നു. നേരെ ആലുവയ്ക്കാൻ ടിക്കറ്റ് എടുത്തേ, പക്ഷേ പാതി വഴി നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ആലുവ എത്തി. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മെട്രോ എത്തി. പിന്നെ ഇതിന് മാത്രം ഒരു മാറ്റവും ഇല്ല, അന്നും ഇന്നും എല്ലാം ഒരേപോലെ തന്നെ. പിന്നെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ നമ്മളായിട്ട് നമ്മളെ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് സ്നാപ്പ് നോക്കി അവിടെ ഇരുന്നു. ശരിക്കും എൻ്റെ ചങ്കാണ് കലങ്ങിയത്. കാരണം വാഴക്കാലയ്ക്ക് 9 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ലായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു പയ്യൻ എനിക്ക് ലിഫ്റ്റ് തന്നാണ്. അവൻ്റെ പേര് ജിൻസ്, എൻ്റെ പേര് പ്രിൻസ്. അങ്ങനെ ജിജോച്ചനെ മീറ്റ് ചെയ്തു. പക്ഷെ മീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് എൻ്റെ കണ്ണു പോയത് ആളിട്ടേക്കുന്ന ചെയിനിലേക്കായിരുന്നു. ബാക്കി തുരന്ത ഒരു ചായ കുടിച്ചിട്ടാകാമെന്ന് വിചാരിച്ചു. അവൻ എന്തൊക്കെയോ പറഞ്ഞു, എന്നാലും എൻ്റെ നോട്ടം പോയത് അവൻ്റെ മാലയിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ. അതെ, ആ വൈബ്രേഷൻ എന്നെയും ബാധിച്ചു. 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിനെയും കൊഞ്ചിച്ച് ഫുഡെല്ലാം കഴിച്ച് അന്നത്തെ രാത്രി അവിടെ അങ്ങ് കൂടി. ഇങ്ങനെ അവനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ അവിടെ ഒരു വീട് കണ്ടായിരുന്നു, പക്ക ഹൊറർ ഫീൽ ആയിരുന്നൊരു വീട്. അപ്പോൾ ഓക്കെ ബൈ, മെട്രോ കിടന്നുറങ്ങട്ടെ.